ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ആധുനികവൽക്കരണം രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചുള്ളതായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം പിന്തുടർന്ന് മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ നവീകരിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 11,200 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മേക്ക് ഇൻ ഇന്ത്യ ഉദ്യമത്തിലൂടെ രാജ്യം നിർമ്മാണ ശക്തി കേന്ദ്രമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ശുചിത്വ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വസ്ത്രവ്യാപാര മേഖലയിലെ ഗവേഷണ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പട്നയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒക്ടോബർ 2 ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം കണ്ണൂർ കല്യാശ്ശേരിയിൽ സജ്ജമാകുന്നു. 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് കെൽട്രോൺ പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷകൾക്കുള്ള മികച്ച പരിശീലനം ലഭ്യമാക്കാൻ കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കമായി. നാളെ രാത്രി 7:30 മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങും. പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ വെബ് പോർട്ടൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ നിലയങ്ങളിൽ നിന്നാണ് വൈദ്യുതി ലഭ്യമാക്കുക. 14ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ വനിതാ ദേശീയ ചാമ്പ്യൻഷിപ്പിന് നാളെ റാഞ്ചിയിൽ തുടക്കമാകും. മത്സരത്തിൽ 26 ടീമുകൾ ആണ് മത്സരിക്കുക. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശം. DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സെന്തിൽ ബാലാജി, ഗോവി ചെഴിയൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ചെന്നൈ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് മൻമോഹൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്നിവാസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയും ചടങ്ങിൽ പങ്കെടുത്തു. നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്ത് ചൊവ്വാഴ്ച ആരംഭിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ഘോഷയാത്ര തിരുവനന്തപുരത്ത് എത്തും. ഹൃദയസ്തംഭനം സംഭവിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തര പ്രഥമ ശുശ്രൂഷയായ CPR സംബന്ധിച്ച പരിശീലനം എല്ലാവർക്കും നൽകാൻ ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതി ആരോഗ്യവകുപ്പ് ഈ വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുമല, മുള്ളുവിള, തിരുവല്ലം സ്വദേശികളായ സ്ത്രീകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കുന്നതിനാണ് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കോഴിക്കോട് ജില്ലയിലെ പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി K രാജൻ നിർവഹിക്കും. കോവൂർ P കൃഷ്ണപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ രാവിലെയാണ് പരിപാടി. കോഴിക്കോട്, താമരശ്ശേരി താലൂക്കുകളിലെ പട്ടയങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുക. കോഴിക്കോട് കുറ്റ്യാടി പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികൾ മരിച്ചു. പാറക്കടവ് സ്വദേശികളായ നിസാൻ, റിസ്വാൻ എന്നിവരാണ് മരിച്ചത്. വൈക്കത്ത് കാണാതായ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വൈക്കം വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ സൂപ്രണ്ടും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇൻചാർജുമായ ശ്യാംകുമാറിനെയാണ് മൂവാറ്റുപുഴയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അടുത്ത മാസം 3 മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുമെന്ന് തോമസ് K തോമസ് MLA. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.